RCBയും IPL ഓപ്ഷനും അവരുടെ ബൗളേഴ്സും. എതിർ ടീം ആരാധകർ വളരെയേറെ ട്രോളുന്നൊരു കോമ്പിനേഷൻ. അവരുടെ ഓപ്ഷൻ സ്ട്രാറ്റജി നോക്കിയാൽ അതൊരു പരിധിവരെ ശരിയുമാണ്. കാമറൂൺ ഗ്രീനെ ട്രേഡിലൂടെ എത്തിച്ചതാണ് അവരുടെ ബെസ്റ്റ് മൂവ്. ഹർഷൽ പട്ടേലിനെ വിട്ടുകളഞ്ഞു. ഒപ്പം ഹേസിൽവുഡിനെയും ഹസരംഗയെയും. പകരം എത്തിച്ചത് യഷ് ദയാൽ, അൽസാരി ജോസഫ്, ടോം കറാൻ, ലോക്കി ഫെർഗൂസൺ. ഇതിൽ മിക്കവരുടെയും റീസെന്റ് പെർഫോമൻസ് അത്ര പ്രോമിസിംഗ് അല്ലതാനും. കൊടുത്ത വിലയും അല്പം കൂടുതലാണെന്ന് പറയേണ്ടി വരും. ഇനി പക്ഷേ ആ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. അവരുടെ ബെസ്റ്റ് 11 നോക്കാം. കോഹ്ലി ഫാഫ് ജോഡി ഓപ്പണിംഗിൽ. കാമറൂൺ ഗ്രീൻ ഉണ്ടെങ്കിലും പ്ലേയിങ് സ്റ്റൈൽ വെച്ച് ഈ ജോഡി തന്നെയാണ് നല്ലത്. ഗ്രീൻ, രജത് പടീദർ, ഗ്ലെൻ മാക്സ്വെൽ എന്നിവർ മധ്യനിരയിലും. ദിനേഷ് കാർത്തികിനും ലൊംറോറിനുമായിരിക്കും ഫിനിഷിംഗ് ചുമതല. കാമറൂൺ ഗ്രീനും ഫിനിഷിംഗിൽ ഉപയോഗിക്കാൻ പറ്റിയ താരമാണ്. പക്ഷേ ടോപ്പ് ഓർഡറിലാണ് കൂടുതൽ ബെറ്റർ. ഇനി ബൗളിംഗ് ലൈനപ്പ്. ഗ്രീനിൽ നിന്ന് 4 ഓവറുകളും RCB ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വർക്ക് ലോഡ് അതിന് സമ്മതിക്കുമോ എന്നാണ് സംശയം. ഗ്രീനും മാക്സിയും ചേർന്നാകും 5ാം ബോളർ കോട്ട പൂർത്തിയാക്കുക. ഒരു ഫോറിൻ പേസറെ മാത്രമാണ് RCBക്ക് ഉപയോഗിക്കാൻ പറ്റുക. അത് അൽസാരി ജോസഫ് ആയിരിക്കും. സ്പിന്നർ റോളിൽ കരൺ ശർമ്മയും. ബൗളിംഗിന്റെ കടിഞ്ഞാൺ ഇത്തവണയും മുഹമ്മദ് സിറാജിന്റെ കയ്യിൽ. യുവതാരം യഷ് ദയാലിനെ ഗൈഡ് ചെയ്യേണ്ട ജോലി കൂടി ഇത്തവണ സിറാജിനുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ബൗളേഴ്സിന്റെ കുറവ് നികത്തേണ്ട ബാധ്യത ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ തലയിലാകും. അത് തന്നെയാണ് കാലങ്ങളായി RCB നേരിടുന്ന പ്രശ്നവും. കാർത്തിക് ത്യാഗിയെ പോലുള്ള ബോളേഴ്സ് ഓപ്ഷന് അവൈലബിൾ ആയിരുന്നു. പക്ഷേ RCB തിരിഞ്ഞു നോക്കിയില്ല. അത്ഭുതങ്ങൾ IPLൽ എന്നും കാണാറുണ്ട്. ഈ വർഷം ചിലപ്പോൾ RCBയുടേതാകാം. കൂടുതൽ IPL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.